entire world. Now I am going to take class 10, chapter 1, effects of electric current. Part 1, 2 and 3 links description and hope or a watch. ഇനി നമ്മൾ പാർട്ട് 3 എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? യെസ്, പാരലൽ കണക്ഷനും ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ആണ് നമ്മൾ പാർട്ട് 3 ഡിസ്കസ് ചെയ്തത്. Then let's go to the video. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാർബൺ റെസിസ്റ്റർ ആണ്. കാർബൺ റെസിസ്റ്ററിൽ നമുക്ക് കാണാം, ആ റെസിസ്റ്ററിന് മുകളിൽ തന്നെ അതിന്റെ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തതായിട്ട് കാണാം. അതായത് എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? കളർ റിങ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ കളർ റിങ്സിന് പറയുന്നത് കളർ കോഡ്സ് ആണ്. ഈ കളർ കോഡ്സ് ഓരോന്നും ഓർഡർ വേസിലാണ് ഉള്ളത്. ആ ഓർഡർ വേസിൽ നമ്മൾ റിമെമ്പർ ചെയ്യാൻ വേണ്ടിട്ട് മെമ്മറൈസിംഗ് ലൈൻ ഉണ്ട്. എന്തായിരുന്നു ആ മെമ്മറൈസിംഗ് ലൈൻ? യെസ്, ബിബി റോയ് went to Great Britain to get a very good wife. അതിൽ ഓരോ ക്യാപിറ്റൽ ലെറ്റേഴ്സും കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓരോ കളേഴ്സ് ആണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അതായത് ഈ കളേഴ്സിനെയൊക്കെ ഓർഡർ വൈസ് കാണിക്കുന്നതാണ് ആ മെമ്മറൈസിംഗ് ലൈൻ. നെക്സ്റ്റ്, ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് യൂസസ് ആണ്. യൂസസ് പറയുമ്പോൾ ഇത് മേക്ക് യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എഫക്ട് മേക്ക് യൂസ് ചെയ്യുന്ന സം അപ്ലയൻസസ്, ഇലക്ട്രിക് അപ്ലയൻസസ് നമുക്കറിയാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് അത്തരം അപ്ലയൻസസ് ആണ്. അതായത് ഇലക്ട്രിക് ഹീറ്റിംഗ് ഇഫക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന, മേക്ക് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതില് മെയിൻ ആയിട്ട് എന്താണ് എനർജി കൺവേർഷൻ ഉണ്ടാകുന്നത്? യെസ്, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി ആണ് കൺവേർഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഹീറ്റിംഗ് കോയിൽ ആണ്. ഹീറ്റിംഗ് കോയിൽ ആണ് അവിടെ ഹീറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ ഹീറ്റഡ് ആവുന്നത് ആ അപ്ലയൻസസില്. അപ്പൊ ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? നിക്രോം ആണ് അല്ലെ? നിക്രോം. This nichrome is an alloy. Nichrome is an alloy and this nichrome alloy is made up of nickel, chromium and iron. മൂന്ന് നിക്കലും അയണും ക്രോമിയം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ അലോയ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഏത്? നിക്രോം. Next we can see what are the advantages of nichrome one by one. Advantages of nichrome: high resistivity, high melting point, ability to remain in red condition for a long time without getting oxidized, thermal expansion is negligible. This is about safety fuse. This safety fuse is a device which are also working on the basis of heating effect of electric current. എന്താണ് ഫ്യൂസ്? സേഫ്റ്റി ഫ്യൂസും ഏതിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിലാണ്. ഓക്കെ, ഇനി ഇതിലൊരു വയർ കാണും. ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുമ്പോൾ അതിലൊരു വയറാണ് മെയിൻ ആയിട്ട്. ഈ ഫ്യൂസ് വയർ മേക്ക് ചെയ്തിരിക്കുന്നത് ഏതിനെ കൊണ്ടാണ്? ഒരു അലോയ് ആണ്. ടിന്നും ലെഡും ചേർന്നുള്ള ഒരു അലോയ് കൊണ്ടാണ് ഫ്യൂസ് വയർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ വയർ എത്രയാണ്? ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? ലോ, വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഏതിനുള്ളത്? ഈ ഫ്യൂസ് വയറിനുള്ളത്. അതായത് എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, സർക്യൂട്ടിലൂടെ എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഫ്യൂസ് വയർ പെട്ടെന്ന് മെൽറ്റ് ആവും. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഏതൊക്കെയാണ് രണ്ട് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്? നമ്മളെ സർക്യൂട്ടിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഏതൊക്കെയാണ്? ആ സമയത്താണ് ഈ ഫ്യൂസ് വയർ മെൽറ്റ് ആവുന്നത്. ഏതൊക്കെയാണ് ഈ രണ്ട് സർക്കംസ്റ്റൻസസ്? യെസ്, ഷോർട്ട് സർക്യൂട്ടിംഗ് ആൻഡ് ഓവർലോഡിംഗ്. എന്താണ് ഓവർലോഡിംഗ്? ഓവർലോഡിംഗ് എന്ന് വെച്ചാല് അവിടെ ഹൈ പവേർഡ് ആയിട്ടുള്ള അപ്ലയൻസസും ലോ പവേർഡ് ആയിട്ടുള്ള അപ്ലയൻസസും ഒരേ ടൈമിൽ വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് നന്നായിട്ട് ഹീറ്റഡ് ആവും. അതായത് ഹൈ ടെമ്പറേച്ചറിൽ വരും സർക്യൂട്ട്. ആ ടൈമില് ഒരുപാട് എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് അതിന് റീസൺ ആയിട്ട് വരുന്നത്. ആ സമയത്ത് ഫയർ ക്യാച്ച് ചെയ്യാൻ വരെ പോസിബിലിറ്റി ഉണ്ട്. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഓവർലോഡിംഗ്. എന്താണ് ഷോർട്ട് സർക്യൂട്ടിംഗ്? ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് വെച്ചാല് ലൈവ് വയറും അല്ലെങ്കിൽ ഫേസ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ കോണ്ടാക്ടിൽ വരികയോ അല്ലെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ, വയറിന്റെ ഇൻസുലേഷൻ തേയ്മാനം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്താവും? എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടാവും. ദെൻ അവിടെയും ഫയർ ക്യാച്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു കണ്ടീഷനാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സേഫ്റ്റി ഫ്യൂസ് ഹ്യൂമൻ ലൈഫിനെയും നമ്മളെ ഇലക്ട്രിക് അപ്ലയൻസസിനെയും പ്രൊട്ടക്ട് ചെയ്യാണ്.
ഓക്കെ, ഈ ഫ്യൂസ് വയർ നമ്മുടെ സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പാരലൽ ആയിട്ടാണോ സീരീസ് ആയിട്ടാണോ? ഓക്കെ, സീരീസ് കണക്ഷനിലാണ് കണക്ട് ചെയ്യുന്നത്. സർക്യൂട്ടിൽ എപ്പോഴും ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. ഹൗസ് ഹോൾഡ് വയറിംഗില് ഒരു ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണെന്ന് നോക്കാം. What are the precautions to be taken when a fuse wire is included in a household wiring? The ends of the fuse wire must be connected firmly at appropriate points. The fuse wire should not project out of the carrier base. Use of the fuse wire of proper amperage. What is amperage? Amperage is the ratio of power of the equipment to the voltage applied. അതായത് അതിന്റെ പവർ, ഏത് ഇക്വിപ്മെന്റ് ആണോ അതിന്റെ പവറിനോട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ആംപറേജ്, ആ ഇക്വിപ്മെന്റിന്റെ ആംപറേജ്. ആംപറേജ് ഇൻക്രീസസ് വിത്ത് തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ. എപ്പോഴാണ് ആംപറേജ് ഇൻക്രീസ് ചെയ്യുന്നത്? ആ കണ്ടക്ടറിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ആംപറേജ് കൂടിക്കൊണ്ടിരിക്കും. റെസിപ്രോക്കൽ ഓഫ് ദി ഡയമീറ്റർ ഓഫ് കണ്ടക്ടർ, അതിനാണ് പറയുന്നത് എന്ത്? ഗേജ്. എന്താണ്? Reciprocal of the diameter of conductor is known as gauge. Gauge increase ആവാണ്. Gauge increase ആകുമ്പോൾ എന്താ അർത്ഥം? അതിന്റെ thickness of the conductor, കണ്ടക്ടറിന്റെ thickness decrease ആവാണ്. അതുകൊണ്ട് എന്താവും? amperage of this conductor also decreases ആണ് അല്ലെ? ഗേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് അപ്ലയൻസില് അതിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ് 500W എന്ന്. ഓക്കെ, 500 ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സിഗ്നിഫൈ എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഇലക്ട്രിക് പവർ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? ഇലക്ട്രിക് പവർ. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിക് പവർ? ഇലക്ട്രിക് പവർ ഇസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ് ഇലക്ട്രിക് പവർ അല്ലെ? അതും കൂടി കുറച്ചും കൂടി ഹയർ ആയിട്ട് പറയുമ്പോൾ എന്താവും? ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂം ബൈ ദ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ആണ് ഇത് പവർ. ഒരു ഇലക്ട്രിക് അപ്ലയൻസിന് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം വർക്ക് അല്ലെങ്കിൽ എത്രമാത്രം എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റും എന്നുള്ള അതിന്റെ എബിലിറ്റി കാണിക്കുന്നതാണ്, അതിന്റെ കപ്പാസിറ്റി കാണിക്കുന്നതാണ് ഇലക്ട്രിക് പവർ. അപ്പൊ ആ കാണിച്ചിരിക്കുന്ന അപ്ലയൻസില് 500 വാട്ട് ആണ് അതിന്റെ എബിലിറ്റി, ഇലക്ട്രിക് പവർ ഓഫ് ദാറ്റ് അപ്ലയൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നിന്നും ഈ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ? W is equal to W by T ആണ് പവറിന്റെ ഇക്വേഷൻ. where P is the electric power, W എന്താണ്? വർക്ക് ഡൺ ആണ്, T ടൈം ടേക്കൺ ആണ്. ഓക്കെ, this is the one equation for power. ഇനി നമുക്ക് ജൂൾസ് ലോ വെച്ചിട്ട് ജൂൾസ് ലോ യൂസ് ചെയ്തുകൊണ്ട് ഇനിയും പവറിനുള്ള ഈക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. According to Joule's law, we know the equation H is equal to I square RT ആണ് അല്ലെ? അതായത് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് ഈക്വൽ ആണ്. വർക്ക് ഡണ്ണിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. അതേപോലെ തന്നെ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്താണ്? ഹീറ്റ് എനർജി ജൂൾ തന്നെയാണ്. സോ വർക്ക് ഡൺ ഓർ ഹീറ്റ് ഇസ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൺസ്യൂം ഡെവലപ്പ് ഇസ് I square RT. ഓക്കെ, നെക്സ്റ്റ് ഈ H is equal to I square RT വെച്ചിട്ട് നമുക്ക് എന്തറിയാം? P is equal to നമുക്കൊരു ഇക്വേഷൻ കിട്ടി, പവറിനുള്ള ഇക്വേഷൻ അറിയാം അല്ലെ? ഇലക്ട്രിക് പവർ ഇസ് P equals W by T ആണ് അല്ലെ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇനി ഈ വർക്ക് ഡണ്ണിന് പകരം ഈ ഇക്വേഷൻ യൂസ് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇതിലേക്ക്. P equals I square RT divided by small letter t. Then this t and t cancel. Then we get it power equals I square R. Okay, power is equal to I square R. We got another second equation for power we got here. First equation എന്തായിരുന്നു കിട്ടിയത്? P is equal to W by T. Next second equation എന്താണ്?
നമ്മളെ ജൂൾസിലോ യൂസ് ചെയ്തപ്പോഴും another ഇക്വേഷൻ കിട്ടി. എന്താണ്? P is equal to I square R. ഇനി നമ്മൾ ഓംസ് ലോ, ബൈ ഓംസ് ലോ നമുക്കറിയാം എന്ത്? I is equal to V by R ആണ് അല്ലെ? ബൈ ഓംസ് ലോ എന്താണ്? I is equal to V by R ആണ്. ആ ഇക്വേഷൻ ഇതിലേക്ക്, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ P is equal to V by R whole square instead of I ന്റെ പൊസിഷനിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് V by R ആണ്. V by R whole square into R. മാറ്റി എഴുതുക. എന്താ? സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്? V square divided by R square into R. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? R and R cancel. Then എന്താ റിമൈൻ ചെയ്യുന്നത്? P equals V square by R. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഏതിന്? പവറിനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? P is equal to W by T. സെക്കൻഡ് ഇക്വേഷൻ എന്താ കിട്ടിയത്? P is equal to I square R. തേർഡ് ഇക്വേഷൻ എന്താണ് കിട്ടിയത്? P is equal to V square by R. വീണ്ടും വേറൊരു ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. അതായത് ബൈ ഓംസ് ലോ വി നോ R is equal to V by I. R is equal to V by I എന്ന് പറയുന്ന ഇക്വേഷൻ, നമ്മളെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ P is equal to I square R ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ എഴുതാം. P is equal to W by T, P is equal to I square R, P is equal to V square by R. ഓക്കെ, ഇനി നമ്മള് ബൈ ഓംസ് ലോ R is equal to V by I. ഇത് അറിയുന്ന ഇക്വേഷൻ ആണ് അല്ലെ? ഓംസ് ലോയിൽ വന്ന ഇക്വേഷൻ ആണ്. R is equal to V by I. ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? ഈ ഇക്വേഷൻ, ഈ കാണിക്കുന്ന സെക്കൻഡ് ഇക്വേഷനിലേക്ക് P is equal to I square R ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P is equal to I square into ഈ പൊസിഷന്റെ ഈ ഒരു പൊസിഷനിൽ ഏതാണ്? ഇൻസ്റ്റെഡ് ഓഫ് R ഇത് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. V by I. Then I and I cancel, then remaining IV or P is equal to VI. This is the last equation. So we can write P is equal to VI. Therefore we got four equations for power. P is equal to W by T, P is equal to I square R, P is equal to V square by R, P is equal to VI. Next we have to find a SI unit for power, electric power. So we know the equation by definition P is equal to W by T ആണ് അല്ലെ? ഡെഫിനിഷൻ, പവറിന്റെ ഡെഫിനിഷൻ കിട്ടിയ ഇക്വേഷൻ ആണ് P is equal to W by T. ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇതിന്റെ SI യൂണിറ്റ്സ്, ഓരോ വേരിയബിൾസിന്റെയും SI യൂണിറ്റ് പറയാം. SI യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ്? ജൂൾ ആണ്. SI യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ് ആണ് അല്ലെ? ജൂൾ പെർ സെക്കൻഡ്. അപ്പൊ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇനി ജൂൾ പെർ സെക്കൻഡ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട് ആണ്. ജൂൾ പെർ സെക്കൻഡ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്. ഓക്കെ, ഇനി നമ്മൾ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. അതിലെ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നുണ്ട്. അതില് ഈ അപ്ലയൻസിന്റെ പവർ തന്നിരിക്കുന്നുണ്ട്, അതായത് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ് വോൾട്ടേജ് തന്നിരിക്കുന്നത്? പവർ എത്രയാണ് തന്നിരിക്കുന്നത്? 540 വാട്ട് ആണ് തന്നിരിക്കുന്നത്. ദെൻ വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 230 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ആംബറേജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ആംബറേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആംബറേജ് ഈക്വൽസ് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഓർ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. അത് എഴുതുക. ഫസ്റ്റ് നമ്മൾ ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എഴുതുക. ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പവർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പവർ വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ് വോൾട്ടേജ് തന്നിരിക്കുന്നത്? 540 വാട്ട് ആണ് തന്നത്. ഇനി വോൾട്ടേജ് എത്രയാണ് തന്നേക്ക്? 230 വോൾട്ട് ആണ് അല്ലെ? ആംബറേജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിലെ ഇക്വേഷൻ ഏതാണ്? ആംബറേജ് ഈക്വൽസ് വോൾട്ടേജ് divided by voltage equals 540 divided by 230 2.34 ampere ആണ് അല്ലേ? So we got
2.34 ആംപിയർ. അതായത് ആംബറേജ് എത്രയാണ് കിട്ടിയത്? 2.34 ആംപിയർ കിട്ടി. Now I am showing you another second problem. Here in this question given, that is resistance given. ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 115 ഓം ആണ്. അതുപോലെ കറണ്ടും തന്നിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് എത്രയാണ് ഫ്ലോ ചെയ്യുന്നത്? 2 ആംപിയർ കറണ്ട് ആണ്. ഓക്കെ, given R is equal to 115 ohm, I equals 2 ampere. ഇനി നമ്മൾക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? പവർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലെ? I2 R, P is equal to I2 R യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പവർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. P is equal to I2 R. 2 whole square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വേരിയബിൾസ് തന്നിട്ടുണ്ട്. 2 square into 115 that equals 460 watt ആണ്. 460 watt ആണ് ആൻസർ. So we got one result. Power is equal to 460 watt. Okay, next another question, another problem here. That is here given വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട്. ഒരു ബൾബ് എടുക്കുകയാണ്. ബൾബിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എത്രയാണ്? 0.4 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത് ബൾബിലൂടെ. അപ്പൊ അവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതിന്റെ പവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ പവർ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്ന വേരിയബിൾസ്? കറണ്ടും വോൾട്ടേജും ആണ്. അപ്പൊ ഏതായിരിക്കും? നമുക്ക് 4 ഇക്വേഷൻസ് അറിയാം. പവറിന്റെ 4 ഇക്വേഷൻസ് അറിയാം. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? P is equal to VI ആണ് അല്ലെ? P is equal to VI. സോ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എഴുതാം. ആദ്യം എന്താണ്? കറണ്ട് 0.4 ആംപിയർ എഴുതി. ദെൻ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. ഓക്കെ, എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? പവർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? P is equal to VI എഴുതാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? V എന്താണ്? 230 into I എന്താണ് തന്നിരിക്കുന്നത്? 0.4 ആണ്. ആൻസർ എത്രയാണ്? 92 watt ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. റിസൾട്ട് is 92 watt. Now I am finishing here. See, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. Thank you for watching this video.